സ്പീക്കറുടെ ശാസനകളിൽ മന്ത്രി എം. പി. രാജേഷ് കടുത്ത അതൃപ്തിയിൽ. സ്പീക്കറുടെ അനുവാദം കൂടാതെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ എക്സൈസ് മന്ത്രി എം. പി. രാജേഷിനെ ശാസിച്ച സ്പീക്കർ എൻ. ഷംസീർ നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും അക്രമ സംഭവങ്ങൾ കൂടുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്കിടയിലായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ. മന്ത്രി സംസാരിക്കുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചോദിച്ചതും മന്ത്രി മറുപടി നൽകിയതും സ്പീക്കർക്ക് ഇഷ്ടമായില്ല. തിരുവഞ്ചൂരിന് ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം സ്പീക്കർ നിഷേധിച്ചില്ല. എന്നാൽ മറുപടിക്ക് ശേഷം ശാസനയും വന്നു. ഇതാണ് രാജേഷിനെ വേദനിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മന്ത്രി തന്റെ പരാതി അറിയിച്ചേക്കും. പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിലെ ചർച്ചയെന്ന് സ്പീക്കർ പറഞ്ഞു. ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദം ഇല്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുകയും മന്ത്രി മറുപടി പറയുകയും ചെയ്താൽ ഇനി മന്ത്രിക്കുൾപ്പെടെ മൈക്ക് നൽകില്ലെന്ന മുന്നറിയിപ്പും നൽകി. ഇതോടെ മന്ത്രി രാജേഷ് ക്ഷമ പറഞ്ഞു. ക്ഷമയുടെ കാര്യമല്ല, ഇനി മുതൽ അനുസരിക്കണം എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ഇതും പരിഹാസം തുളുമ്പുന്ന കമന്റായി മാറി. അതേസമയം ലഹരിക്കെതിരെ പല പദ്ധതികളുണ്ടെങ്കിലും അതൊന്നും സ്കൂളുകളിൽ നടപ്പിലാകുന്നില്ലെന്ന പ്രതിഭ MLA കുറ്റപ്പെടുത്തലും ശ്രദ്ധേയമായി. സ്പീക്കറായിരുന്ന MB രാജേഷ് മന്ത്രിയായ ഒഴിവിലാണ് ഷംസീർ സ്പീക്കറായത്. സ്പീക്കറായ ഷംസീർ മന്ത്രി രാജേഷിനെതിരെ വടിയെടുക്കുന്നത് ഇത് ആദ്യ തവണയല്ല. സ്പീക്കറായിരുന്നപ്പോൾ രാജേഷും പലതവണ ഷംസീറിനെ ശാസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഇനിയും ശാസനകൾ മന്ത്രി രാജേഷ് പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് CPM നേതൃത്വത്തെ അടക്കം തന്റെ വേദന അറിയിക്കാനുള്ള രാജേഷിന്റെ നീക്കം. രാഷ്ട്രീയത്തിന് അതീതനാണ് സ്പീക്കർ. ഈ സാഹചര്യത്തിൽ സ്പീക്കർക്കെതിരെ CPM പരസ്യ നിലപാടുകളൊന്നും എടുക്കില്ല. എന്നാൽ അനൌദ്യോഗികമായി അതൃപ്തി സ്പീക്കറെ അറിയിക്കാനാണ് സാധ്യതയും. 2024 ജൂലൈ 5-നാണ് ആദ്യമായി നിയമസഭയിൽ രാജേഷിനെതിരെ ഷംസീർ തിരിഞ്ഞത്. പ്രതിപക്ഷത്തിന് പ്രസംഗിക്കാൻ കൂടുതൽ സമയം നൽകുമെന്ന് ആരോപിച്ചായിരുന്നു ഇത്. റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരത്തിന് 16 മിനിറ്റ് 22 സെക്കൻഡ് സമയം അനുവദിച്ച സ്പീക്കറുടെ നടപടിയാണ് MB രാജേഷ് ചോദ്യം ചെയ്തത്. നിയമസഭയിലെ ഡിജിറ്റൽ ക്ലോക്കിന്റെ തകരാറിനെ തുടർന്നാണ് കൂടുതൽ സമയമെടുത്തതായി കാണിച്ചതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. സാധാരണ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുമ്പോൾ അനുവദിക്കുന്ന 10 മിനിറ്റ് മാത്രമേ നജീബ് കാന്തപുരത്തിനും നൽകിയിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ സമയക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും തനിക്ക് മുന്നിലെ വാച്ചിൽ സമയം നോക്കുന്നുണ്ടെന്നും സ്പീക്കർ തിരിച്ചടിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ സ്പീക്കറായിരുന്നത് രാജേഷാണ്. അന്ന് സംസാരിക്കുന്നതിനിടെ 15 മിനിറ്റായി എന്ന് സ്പീക്കറായിരുന്ന MB രാജേഷ് ഓർമ്മിപ്പിച്ചതാണ് ഷംസീറിനെ ചൊടിപ്പിച്ചത്. അല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല എന്നായിരുന്നു ഷംസീറിന്റെ മറുപടി. ഇതോടെ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചെന്ന് രാജേഷ് പറഞ്ഞു. പിന്നാലെ സ്പീക്കറെ ഷംസീർ ഉപദേശിച്ചു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ പക്ഷപാതമില്ലാത്ത ആളായിരിക്കണം, ഷംസീർ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി. ഉടൻ തന്നെ താൻ സ്പീക്കറെ ചോദ്യം ചെയ്തതല്ല എന്ന മറുപടിയുമായി ഷംസീർ ആ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു.